മെക് പോയിൻറ്റ് കേരള പി എസ് സിയുടെ 12ാമത്തെ വീഡിയോ ആണിത്. ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എന്ന് പറയുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ പാർട്ട് 3 ആണ്. അതിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് എനിക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻസാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഞാനും ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ, വിച്ച് ഈസ് യൂസ്ഡ് എ സി മെയിൻ സപ്ലൈ ടു എ സി വെൽഡിംഗ് സപ്ലൈ. എ സി മെയിൻ സപ്ലൈയിൽ നിന്ന് എ സി വെൽഡിംഗ് സപ്ലൈയിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്നുള്ളതാണ്. ട്രാൻസ്ഫോമർ സെറ്റാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഡിവൈസ് തന്നെ എ സിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. ഡി സി അതിൽ വരുന്നില്ല, അത് ഓർത്ത് വയ്ക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻഡിക്കേഷൻ ഓഫ് റോങ് പൊളാരിറ്റി ഇൻ ഡി സി. നമുക്കറിയാം രണ്ട് പൊളാരിറ്റി ഉണ്ട്, സ്ട്രെയിറ്റ് ഉണ്ട്, റിവേഴ്സ് ഉണ്ട്. റോങ് പൊളാരിറ്റി ആണെങ്കിൽ എന്ത് സംഭവിക്കും? എക്സസ് പാറ്റർ ആയിരിക്കും, പുവർ പെനിട്രേഷനും ഉണ്ടാവാം. അപ്പോൾ പുവർ പെനിട്രേഷന് വേറൊരു കാരണം എന്താണ്? ലോ കറണ്ടാണ്. ഇൻഡിക്കേഷൻ ഓഫ് റോങ് പൊളാരിറ്റി ലോ കറണ്ടിന് കാരണമാകുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. പക്ഷെ അങ്ങനെ പറയാൻ പറ്റത്തില്ല. എങ്കിൽ കൂടി നമുക്ക് ഇവിടെ പറയാം എക്സസ് പാറ്റർ ആൻഡ് പുവർ പെനിട്രേഷൻ ആയിരിക്കും റോങ് പൊളാരിറ്റി ആണെങ്കിൽ ഉണ്ടാവുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് യൂസ് ടു റിമൂവ് എക്സ്ട്രീം ബ്രിട്ടിൽനെസ് കുറയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ടെമ്പറിങ് ആണ്. അതുപോലെ തന്നെ അനീലിംഗ് പ്രോസസ്സിലും ഈ പറയുന്ന ബ്രിട്ടിൽനെസ് കുറയുന്നുണ്ട്. പക്ഷേ ഒരു കറക്റ്റായിട്ടുള്ളൊരു ആൻസർ എന്ന് പറയുന്നത് ടെമ്പറിങ് ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, കട്ടിങ് എ ഗ്രൂവ് ഓൺ ദി സർഫസ് ഓഫ് ദ മെറ്റൽ. അതിന് നമ്മൾ എന്താണ്? ഗൗജിങ് എന്നാണ് പറയുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കൺസ്ട്രക്ഷൻ ഓഫ് നോസിൽ ഫോർ ഗൗജ്. എങ്ങനെയായിരിക്കും നോസിൽ കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടത്? സ്ലൈറ്റ്ലി ബെൻഡ് ആയിട്ടുള്ള നോസിലാണ്. ഇത് സർക്കുലർ പ്രീ ഹീറ്റിംഗ് ആയിരിക്കണം. ആറാമത്തെ ക്വസ്റ്റ്യൻ, ട്രീറ്റ്മെൻറ്റ് റെക്കമെൻഡഡ് ആഫ്റ്റർ വെൽഡിങ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. കുറേ സ്റ്റെയിൻലെസ് സ്റ്റീലിന് വെൽഡ് ചെയ്യുമ്പോൾ ഒരു വെൽഡ് ഡീക്കെ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു വെൽഡിങ് ആണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റേത്. നമ്മൾ കോമൺ ആയിട്ടും ടിഗ് വെൽഡിങ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ നമ്മൾ ചെയ്യുന്നത് പിക്ലിംഗ് പേസ്റ്റ് അപ്ലൈ ചെയ്യും. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഓക്സി അസറ്റീൻ വെൽഡിങ് ഓഫ് അലൂമിനിയം ദ ഫ്ലെയിം യൂസ്ഡ് ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ അലൂമിനിയത്തെ വെൽഡ് ചെയ്യാനായിട്ട് നമുക്കറിയാം കോമൺ ആയിട്ട് ടിഗ് വെൽഡിങ് യൂസ് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഗ്യാസ് വെൽഡിങ്ങിൻ്റെ കേസിൽ നമ്മൾ ഏത് ഫ്ലെയിമാണ് യൂസ് ചെയ്യുന്നത്? ന്യൂട്രൽ ഫ്ലെയിം വിത്ത് എ ലിറ്റിൽ ഹെയ്സ് ഓഫ് എക്സസ് അസറ്റീൻ ആണ് നമ്മൾ അലൂമിനിയത്തെ വെൽഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഫ്ലെയിം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഓക്സിഡൈസിങ് ഫ്ലെയിം യൂസ്ഡ് ഫോർ ബ്രാസ് ആൻഡ് ബ്രോൺസ്. ഓക്സിഡൈസിങ് ഫ്ലെയിം എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നു? ദിസ് ടൈപ്പ് ഓഫ് ഫ്ലെയിം അവോയ്ഡ്സ് വേപ്പറൈസേഷൻ ഓഫ് സിങ്ക്. വേപ്പറൈസേഷൻ ഓഫ് സിങ്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നു എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഓക്സിഡൈസിങ് ഫ്ലെയിം യൂസ് ചെയ്യുന്നത്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, എർത്ത് ക്ലാമ്പ് ഈസ് യൂസ് ടു കണക്ട് എർത്തിങ് കേബിൾ ടു ദ വർക്ക് പീസ്. വിച്ച് ഫ്ലെയിം ഈസ് മോർ ലൂമിനസ് എന്നുള്ളതാണ് അടുത്ത് വന്നിരിക്കുന്നത്. കാർബറൈസിങ് ഫ്ലെയിമാണ് കൂടുതലായിട്ടും ലൂമിനസ് ആയിട്ടുണ്ടാവുക. 3 സോണുകളാണ് കാർബറൈസിങ് ഫ്ലെയിമിന് ഉണ്ടാവുക. കൂടുതലായിട്ടും ഹാർഡായിട്ടുള്ള മെറ്റീരിയൽസിനെ വെൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാർബറൈസിങ് ഫ്ലെയിം യൂസ് ചെയ്യുന്നത്. ഹൗ മച്ച് എനർജി റിലീസ്ഡ് ഇൻ DC വെൽഡിംഗ് ഓപ്പറേഷൻ? 6 to 10 കിലോവാട്ട് ഓഫ് എനർജിയാണ് DC വെൽഡിങ്ങിൽ നമുക്ക് പുറത്തേക്ക് വരുന്നത്. ഹൗ മച്ച് എനർജി ഈസ് റിക്വയർഡ് എന്നാണ് ചോദിക്കുന്നത്, ജനറേറ്റഡ് അല്ല. ഹൗ മച്ച് എനർജി ഈസ് റിക്വയർഡ് ഇൻ DC വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ 6 to 10 കിലോവാട്ടാണ്. AC വെൽഡിംഗ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ വെൽഡിംഗ്. AC വെൽഡിംഗ് സ്യൂട്ടബിൾ അല്ലാത്തത് ഏത് ടൈപ്പ് വെൽഡിങ്ങിനൊക്കെയാണ്? നോൺ ഫെറസ് മെറ്റലിന് പറ്റത്തില്ല, ഷീറ്റ് മെറ്റൽസിന് പറ്റത്തില്ല. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. കീ ഹോളിംഗ് ഈസ് യൂസ്ഡ് ഇൻ. കീ ഹോളിംഗ് ടെക്നോളജി യൂസ്ഡ് ഇൻ ഇലക്ട്രോൺ ബീം വെൽഡിംഗ് ആണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ലാർജ് ഹീറ്റ് അഫക്റ്റഡ് സോൺ ഹാസ് വിച്ച് ക്രിസ്റ്റൽ സ്ട്രക്ചർ. പറയാം ക്രിസ്റ്റൽ സ്ട്രക്ചർ ഒരു
സ്ട്രെസ് സ്ട്രക്ചർ എന്നല്ല നമ്മൾ പറയുന്ന ഒരു ഗ്രെയിൻ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? കോഴ്സ് ഗ്രൈൻഡ് ആയിരിക്കും. ഹീറ്റ് എഫക്റ്റഡ് സോൺ ലാർജായിട്ട് ഹീറ്റ് എഫക്റ്റഡ് സോൺ ആണെങ്കിൽ കോഴ്സ് ഗ്രൈൻഡ് ആയിരിക്കും. ദ പോർഷൻ ഓഫ് ദ വെൽ ജോയിൻറ്റ് ദാറ്റ് ഈസ് മെൽറ്റഡ് ബൈ ഹീറ്റ് ഓഫ് മെൽറ്റിംഗ് ഈസ് കോൾഡ് പഡിൽ, അങ്ങനെയാണത് അറിയപ്പെടുന്നത്. നോ ഫില്ലർ മെറ്റീരിയൽസ് ആഡഡ് ഡ്യൂറിങ്, ഫില്ലർ മെറ്റീരിയൽ ആഡ് ചെയ്യാത്ത കേസുകൾ ഓട്ടോജീനിയസ് വെൽഡിങ്ങിൻ്റെ കേസിലാണ് ഫില്ലർ മെറ്റീരിയൽ ആഡ് ചെയ്യാത്തത്. ഡി സി ടു എ സി കൺവേർട്ടർ, നമുക്കറിയാം എ സി ടു ഡി സി റെക്ടിഫയർ ആണ്, ഡി സി ടു എ സി ഇൻവേർട്ടർ ആണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, സ്മോൾ വെൽഡ് യൂസ് ടു ടെമ്പറലി ഹോൾഡിങ് ദ വർക്ക് പീസ്, ടെമ്പറലി ഹോൾഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വെൽഡിങ് ടെക്നോളജി ടാക്ക് വെൽഡ് ആണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് ഡബിൾ എൻഡഡ് സ്പാനർ, ക്രോം പനേഡിയം സ്റ്റീലാണ് അതിൻ്റെ ആൻസർ. ആർക്ക് ബ്ലോ ഫൗണ്ട് വിത്ത് ദ വെൽഡിങ് ഓഫ്, ആർക്ക് ബ്ലോ ഡി സി വെൽഡിങ്ങിൽ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ബയർ ഇലക്ട്രോഡ് വെച്ചിട്ട് വെൽഡ് ചെയ്താലും ആർക്ക് ബ്ലോ ഉണ്ടാകുന്നുണ്ട്. മാഗ്നറ്റിക് ലൈൻ ഡിസ്റ്റർബൻസിനെയാണ് നമ്മൾ ആർക്ക് ബ്ലോ എന്ന് പറയുന്നത്. ദ മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് സോഫ്റ്റ് സോൾഡർ, സോഫ്റ്റ് സോൾഡറിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് കുറവാണ്, 216 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. സോഫ്റ്റ് സോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ടിന്നും ലെഡും 63-37% എന്നുള്ള ഒരു ഇതിലായിരിക്കും ഉണ്ടാവുക. എല്ലാവരും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സോഫ്റ്റ് സോൾഡറിൻ്റെ പെർസെൻറ്റേജ് 50-50 ആണെന്ന് വിചാരിക്കും. 50-50 അല്ല, ഇത് 63% ആൻഡ് 37% ആയിരിക്കും. മെറ്റീരിയൽ കനോട്ട് ബി വെൽഡഡ് ബൈ പ്രൊജക്ഷൻ വെൽഡിങ്, കോപ്പർ. ഫില്ലർ റോഡ് അപ് ടു വിച്ച് ഡയ യൂസ്ഡ് ഇൻ ലെഫ്റ്റ് വേർഡ് ടെക്നിക്ക്, ലെഫ്റ്റ് വേർഡ് ടെക്നിക്കിൽ നമ്മൾ 4 mm ഡയ വരെയാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ റൈറ്റ് വേർഡ് ടെക്നിക്ക് ആണെങ്കിൽ 6.3 mm വരെയാണ് യൂസ് ചെയ്യുന്നത്. കാസ്റ്റ് അയൺ ആണെങ്കിൽ നമ്മൾ 6 mm ആൻഡ് എബവ് ആണ് സെലക്ട് ചെയ്യാറ് നോർമലി. 24 എഡ്ജ് പ്രിപ്പറേഷൻ യൂസ്ഡ് ഫോർ 6.3 mm തിക്നെസ് മെറ്റീരിയൽ ഫോർ റൈറ്റ് വേർഡ് ടെക്നിക്ക്, സ്ക്വയർ ആയിട്ടുള്ള എഡ്ജ് പ്രിപ്പറേഷനാണ് നമ്മൾ ചെയ്യുന്നത്. ദ മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് ഓക്സിജൻ -182 മെൽറ്റിംഗ് പോയിൻ്റ് അല്ല, ബോയിലിംഗ് പോയിൻ്റ് ആണ് -182.96. എനിക്ക് തെറ്റുപറ്റിയതാണ്. മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇച്ചിരി കൂടി കുറവായിരിക്കും, -218.4 ആയിരിക്കും. അപ്പോൾ അതിലും കൂടി ഹയർ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ആണ് -182. ദ വെൽഡിംഗ് കേബിൾ കണക്ഷൻസ് മസ്റ്റ് ബി മെയ്ഡ് വിത്ത് ലക്സ്. 27 ദ ടെമ്പറേച്ചർ ഓഫ് ഓക്സികോൾ ഫ്ലെയിം, ടെമ്പറേച്ചർ വളരെ ലോ ആയിട്ടുള്ളൊരു ഫ്ലെയിമാണ് ഓക്സികോൾ ഫ്ലെയിം. നോർമലി 1800 മുതൽ 2200 വരെയാണ് ആ ടെമ്പറേച്ചർ വരുന്നത്. ഓക്സികോൾ ഗ്യാസ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന അണ്ടർ വാട്ടർ വെൽഡിംഗ് ഓപ്പറേഷൻസിനും അതുപോലെ തന്നെ സിൽവർ ബ്രേസിംഗ് ഓപ്പറേഷൻസിനൊക്കെ വേണ്ടിയിട്ടാണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ, സോഫ്റ്റ് പോർഷൻ ഓഫ് എ ഹാമർ ഈസ് നോൺ ആസ്, ഹാമറിന് ഒരുപാട് പോർഷൻസ് ഉണ്ട്, ഫേസ്, പീൻ. അപ്പോൾ അതിൽ സോഫ്റ്റ് ആയിട്ടുള്ള പോർഷൻ അതൊക്കെ ഫേസൊക്കെ ഹാർഡാണ്, ചീക്കാണ് വരുന്നത്. അടുത്തത് 28 തന്നെ, വൈഡ് ആൻഡ് ഹൈ പോയിൻ്റ് ആംഗിൾ യൂസ്ഡ് ഫോർ, ഹാർഡ് മെറ്റീരിയൽസിനാണത് നമ്മൾ വൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ പോയിൻ്റ് ആംഗിൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാർഡ് മെറ്റീരിയൽസിനാണ്. 29ാമത്തെ ക്വസ്റ്റ്യൻ, കട്ടിംഗ് ആംഗിൾ ഓഫ് എ സിംഗിൾ കട്ട് ഫയൽ, സിംഗിൾ കട്ട് ഫയലിൻ്റെ കട്ടിംഗ് ആംഗിൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എത്രയാണ്? 60 ഡിഗ്രിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 30ാമത്തെ ക്വസ്റ്റ്യൻ, മാലറ്റ് യൂസ്ഡ് ഫോർ ഹോളോയിങ് പർപ്പസ്, അത് ബോസിംഗ് ആണ്, ബോസിംഗ് മാലറ്റാണ്. സ്ട്രെച്ചിങ് പർപ്പസിന് യൂസ് ചെയ്യുന്നത് എൻ ഫേക്ക്ഡ് മാലറ്റാണ്. 31st ക്വസ്റ്റ്യൻ, ബെഞ്ച് വൈസ് ഈസ് ഫിക്സ്ഡ് അറ്റ് എ ഹൈറ്റ്, ബെഞ്ച് വൈസ് നമ്മൾ ഹോൾഡിംഗ് ഡിവൈസ് ആണ്, അത് ഫിക്സ് ചെയ്തിരിക്കുന്നത് 106 സെൻറ്റിമീറ്റർ ഹൈറ്റിലായിരിക്കും. 32 പിന്നിങ് ഓഫ് ഫയൽ ഈസ് റിമൂവ്ഡ് ബൈ, എന്താണ് പിന്നിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ലാഗ് അതുപോലെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ
ക്ലോങ് ചെയ്തിരിക്കും. അത് റിമൂവ് ചെയ്ത് കളയുന്നത് എങ്ങനെയാണ്? ഫയൽ ബ്രഷ് അല്ലെങ്കിൽ ഫയൽ കാർഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളത് റിമൂവ് ചെയ്യുന്നത്. 33ാമത്തെ ക്വസ്റ്റ്യൻ, ദ വെയ്റ്റ് ഓഫ് എൻജിനീയറിംഗ് ഹാമർ. അത് 250 ഗ്രാം ആയിരിക്കും അതിൻ്റെ വരിക. 34ാമത്തെ ക്വസ്റ്റ്യൻ, ലോ ഹൈഡ്രജൻ ടൈപ്പ് ഇലക്ട്രോഡ് ഈസ് കോൾഡ്. അതിനാണ് നമ്മൾ ബേസിക് കോട്ടഡ് ഇലക്ട്രോഡ് എന്ന് നമ്മൾ നോർമലി പറയുന്നത്. 35ാമത്തെ ക്വസ്റ്റ്യൻ, അത് നമ്പറിങ് തെറ്റുണ്ട്. അപ്പോൾ 36ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഡ്യൂട്ടി സൈക്കിൾ ഈസ് ഫൗണ്ട് ബൈ. ഡ്യൂട്ടി സൈക്കിൾ നമ്മൾ ഫൗണ്ട് ചെയ്യുന്നത് റേഷ്യോ ഓഫ് ആർക്ക് ഓൺ ടൈം ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം വെച്ചിട്ടായിരിക്കും ഡ്യൂട്ടി സൈക്കിൾ കണ്ടുപിടിക്കുക. ഇൻ ഫോർജ് വെൽഡിംഗ് മെത്തേഡ് ഓഫ് പ്രിപ്പയറിംഗ് ദ പീസസ് ഓഫ് മെറ്റൽ ഫോർ വെൽഡിംഗ് ഈസ് കോൾഡ്. ഫോർജ് വെൽഡിങ്ങിൽ നമ്മൾ മെറ്റൽ പീസ് പ്രിപ്പയർ ചെയ്യുന്നതിന് പറയുന്ന പേര് സ്കാർഫിംഗ് എന്നാണ് പറയുന്നത്. 37ാമത്തെ ക്വസ്റ്റ്യൻ, സർഫസ് ടെൻഷൻ ഈസ് മോർ യൂസ്ഫുൾ ഇൻ. അത് ഓവർ ഹെഡ് വെൽഡിങ്ങിലാണ് നമ്മൾ സർഫസ് ടെൻഷൻ കൂടുതലായിട്ടും യൂസ്ഫുൾ ആയിട്ട് വരിക. 38ാമത്തെ ക്വസ്റ്റ്യൻ, ഡി സി കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ഈസ് യൂസ്ഡ് ഇൻ. ഡി സി കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? MIG വെൽഡിങ്ങിലല്ലേ ഇത് യൂസ് ചെയ്യുന്നത്? ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിലാണ് യൂസ് ചെയ്യുന്നത്. മെറ്റൽ ആക്റ്റീവ് ഗ്യാസ് വെൽഡിങ്ങിന് പറയുന്ന പേര് ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്. DC കോൺസ്റ്റൻറ്റ് വോൾട്ടേജാണ് ഈ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. 39ാമത്തെ ക്വസ്റ്റ്യൻ, പൈപ്പ് വെൽഡിംഗ്, ദ പൈപ്പ് ലൈൻ ഇൻ വെർട്ടിക്കൽ ആൻഡ് വെൽഡിംഗ് ഈസ് ഇൻ ഹോറിസോണ്ടൽ പൊസിഷൻ. 2G ആണ്, 2G പൊസിഷനാണ്. ഇനി ഫില്ലർ റോഡ് യൂസ്ഡ് ഫോർ സ്റ്റെയിൻലെസ് സ്റ്റീൽ. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫില്ലർ റോഡ് ഏതാണെന്നുള്ള ക്വസ്റ്റ്യനാണ്. കൊളംബിയം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഫില്ലർ റോഡായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വെൽഡിങ്ങിൻ്റെ വെൽഡ് ഡീക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അപ്പോൾ ഈ ഒരു ഇത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എക്സാമിന് ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാല്യുബിളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതിന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ. കൂടുതലും നല്ല ക്വസ്റ്റ്യൻസ്, അതായത് നല്ല ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു വലിയ നല്ല രീതിയിലൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല ഞാൻ. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ PPT പവർ പോയിൻറ്റിൽ ടൈപ്പ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അങ്ങനെ വലിയ ഒരു ഭംഗിയിലോ അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ക്വസ്റ്റ്യൻസ് എനിക്കും കൂടി പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ അതൊരു നോട്ട്ബുക്കിലേക്ക് എഴുതുന്നതിന് പകരം ഞാനതൊരു PPT ആക്കി ഒരു യൂട്യൂബിൽ ചെയ്തിരിക്കുന്നതാണിത്. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ വരും. ലൈക്ക് ചെയ്യുക ചാനൽ. കൂടുതൽ പേർക്ക് ഈ എക്സാം പഠിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യുക. കാരണം ഞാനും ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ മാക്സിമം പേരിലേക്ക് ഇത് എത്തിക്കുക, എല്ലാവരും പഠിക്കട്ടെ. ഓക്കെ, അപ്പോൾ നല്ലൊരു കോമ്പറ്റീഷൻ തന്നെയാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എന്ന് പറയുന്ന എക്സാമിന് വേണ്ടിയിട്ട് വരാൻ പോകുന്നത്. നല്ല രീതിയിലുള്ള കട്ട് ഓഫ് ഈ എക്സാമിനുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള പ്രിപ്പറേഷനും ആവശ്യമാകും.